റെഡി ടു വെയർ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഇടുക. അതും നല്ല ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ 1000 റേഞ്ചേ ഉള്ളൂ ഈ സാരിക്ക്. റെഡി ടു വെയർ ആണ്. ഞാൻ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. റെഡി ടു വെയർ ടൈപ്പ് ചെയ്യാൻ സിമ്പിളാണ്. 1 മിനിറ്റിൽ നമുക്ക് ഉടുത്തെടുക്കാൻ പറ്റുന്ന സാരിയാണ്. എന്നിട്ട് ടൈപ്പ് ചെയ്ത് കാണിക്കുക എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് കളർ നല്ലൊരു പേർപ്പിളാണ്. ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് വരിക. സ്റ്റൈലിഷ് അറ്റയറാണ്. റെഡി ടു വെയർ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉടുത്തെടുക്കാൻ പറ്റും. ഷിഫോൺ പോലത്തെ ഒരു സാരിയുമാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീഷർട്ട് പോലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മാച്ചായി പോകും കേട്ടോ. കയ്യിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ ബ്ലൗസ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടില്ല. അഥവാ നിങ്ങൾക്ക് ബ്ലൗസ് ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം എന്നാണെങ്കിൽ എൻ പോർഷനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുക. കാരണം ഒരുപാട് സ്പേസ് ഉള്ളിലേക്ക് നമ്മൾ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. 1000 ആണ് റേഞ്ച്. റെഡി ടു വെയർ ആണ്. പ്ലീറ്റൊക്കെ നല്ല ഭംഗിയിൽ പ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് 2 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 1 മിനിറ്റ്സിൽ എടുക്കാവുന്ന സാരിയാണ്. നെക്സ്റ്റ് സാരി വരുന്നത് നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ്. ഇത് ഞാൻ റെഡി ടു വെയർ എങ്ങനെ വരുന്നതെന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തത് കണ്ടോ. ഇതുപോലെ പ്ലീറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു 3 ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇത് ജസ്റ്റ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഈ ക്ലിപ്പിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അഥവാ ഇത് നിങ്ങൾക്ക് കൂടുതലാണ്, വേസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു പിൻ എന്തെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്ലീറ്റിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കുത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരി. നല്ല രസമാണ് ഇത്. പ്ലീറ്റിങ് ഇതാ ഇങ്ങനെ വരും. പല്ലുതാ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ചുരിദാറിൻ്റെ പുറത്തായതുകൊണ്ട് കൊടുക്കുന്നില്ല. അതാ ഇങ്ങനെ വരിക. ബ്ലൂ ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെയായിട്ട് വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഡ്രൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഫ്ലോയി ആണ്. നല്ല രസമുള്ള പ്രിൻ്റാണ്. 1000 റേഞ്ചേ ഉള്ളൂ. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. എല്ലാം നല്ല നല്ല ഷെയ്ഡ്സാണ്. നല്ല ഭംഗിയുള്ള പാറ്റേണാണ്. നിങ്ങൾക്ക് ഈവനിങ് ഫംഗ്ഷനൊക്കെ കൊടുക്കാനായിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. ലുക്ക് വരുന്നത് 1000 റേഞ്ച്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറ്റാലിക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരി. നിങ്ങൾക്ക് ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ ബ്ലൗസ് പെയർ ചെയ്ത് കോൺട്രാസ്റ്റ് ആയിട്ട് ഇടുക. അല്ലെങ്കിൽ സെയിം വേണമെങ്കിൽ സെയിം നിങ്ങൾക്ക് ഇന്നർ പോർഷനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഔട്ട്ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡാർക്ക് റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ആ ഒരു ഗ്ലിറ്ററിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് ഈവനിങ് പാർട്ടിക്കൊക്കെ നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് പ്ലീറ്റ് ചെയ്യണമെങ്കിൽ പ്ലീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വള്ളേറിൽ ഇടണമെങ്കിൽ അങ്ങനെയുടെ ഒരു ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. ഹൈനെക്ക് കോളർ ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. സെയിം പാറ്റേൺ. റെഡി ടു വെയർ 1000 റേഞ്ച്. നെക്സ്റ്റ് കളർ വരുന്നത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള സാരി. നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന അടിപൊളി സാരി. 1000 റേഞ്ച്. ലാസ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ സാരി. റെഡി ടു വെയർ ആണ്. 1000 റേഞ്ച്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.